മീനുക്കുട്ട, എന്തോ ബാബുക്കയുടെ ചില പാട്ടുകളെ ഉം. എത്രയോ രാത്രികളിൽ എൻ്റെ രാത്രി പാട്ടായിട്ട് വന്നിട്ടുണ്ട് വർഷങ്ങളായിട്ട്. പലപ്പോഴും ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്തും രാത്രി ആകുമ്പോഴത്തേക്കും ഈ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത പാട്ടുകൾ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എത്രയോ പ്രാവശ്യം അത് എപ്പോഴും കേട്ട് കേട്ട് അത് മതിയായിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് ഒന്ന് റീസെറ്റ് ചെയ്യാനായിട്ട് രാത്രി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഈ പാട്ടുകളിടും. അതില് ഒരു മെയിൻ പാട്ടെന്ന് പറയുന്നത് താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിൽ ഉരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. പി ഭാസ്കരൻ സാറും ബാബുക്കയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അത് ഭീകരമാണ്. ഒരു ലാംഗ്വേജിൽ പറഞ്ഞ ഭീകരം എന്ന് പറയില്ലേ, അതുപോലെയാണ് അത്. എല്ലാ കാലത്തും അവരൊക്കെ സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് ജീവിച്ചിട്ട് പാട്ട് ചെയ്തിട്ട് തിരിച്ചു പോയവരാണോ എന്ന് തോന്നുന്നു. ആ രീതിയിലാണ് അവരുടെ ആ കോമ്പോസിഷൻ എന്നുള്ളത്. അപ്പൊ ഞാൻ പലപ്പോഴും ഇതെങ്ങനെ എനിക്ക് അവിടെ ഉണ്ടാവാൻ പറ്റിയിരുന്നെങ്കിൽ ഇതൊക്കെ കാണാൻ. ഇതുപോലെ മദൻ മോഹന് ഒരുപാട് പ്രാവശ്യം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലഗ്ജാഗലേക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഉണ്ടെന്ന്. ഇന്ന് ഇതൊക്കെ പറയാനുള്ള കാരണം ഇപ്പോ നമുക്ക് താനേ തിരിഞ്ഞും മറിഞ്ഞും ഇവിടെ എത്താൻ പോകുന്ന ഒരാളുണ്ട്. ഒരു ഒന്നൊന്നര ആളാണ്. അത് ദിയക്കുട്ടിയാണ് അല്ലെ. അപ്പൊ ദിയക്കുട്ടിയാണ് ഇത്തരം പാട്ടുകൾ എടുത്തുകൊണ്ട് വരികയും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടുതൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം സ്വർണ്ണമുഖിലെ പാടി അല്ലെ, അതും ഇതുപോലെ ഒരു ഹെവി സോങ് ആണ് എടുത്ത് പാടാനായിട്ട്. അപ്പൊ നമുക്ക് ദിയക്കുട്ടിയെ വിളിക്കാം. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ദിയക്കുട്ടി എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. ആ ഷൂസിന് ഒരു വ്യത്യാസം. ഏത് പാട്ടായാലും അടിച്ചു പൊളിച്ച് പാട്ടാണെങ്കിലും എന്താണെങ്കിലും മെലഡി ആണെങ്കിലും ആ ഷൂ അവിടെ തന്നെ കാണാം. ഷൂസിൽ എന്തോ ഒരു മാജിക് ഉണ്ട്. അതാണ് കോൺഫിഡൻസിന്റെ രഹസ്യം. ഹായ് കണ്ടിട്ട് ഈ പാട്ടിന് വേണ്ടിട്ട് അതുകൊണ്ട് ഒന്നും മിണ്ടാത്ത ആരും ദിയക്കുട്ടി പാടിയാൽ ഇത് എങ്ങനെ ഉണ്ടാവും എന്നിങ്ങനെ ഒരു ഭയങ്കര ഒരു ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. മനസ്സെന്ന് പറയാം, തകർക്കണേ, ഗംഭീരമാക്കണം. മിടുക്കായിട്ട് പാടണം കേട്ടോ. ബ്യൂട്ടിഫുൾ സെലക്ഷൻ, നല്ല നമ്പർ 1 സെലക്ഷൻ. ഞങ്ങളുടെ എല്ലാവരുടെയും മോസ്റ്റ് ഫേവറേറ്റ് സോങ്സിൽ പെട്ടതാണ് ഇതൊക്കെ. ജാനകിയമ്മ. സിനിമയുടെ പേര് അമ്പലപ്രാവ്. വർഷം 1970. കറക്റ്റ്. പാടിക്കോ. താങ്ക് യു. മയക്കം വരാതെ
തപസ്വിനി പ്രേമ തപസ്വിനി കാമുക സംഗമ പ്രേമ തപസ്വിനി പ്രേമ തപസ്വിനി കാമുക സംഗമ നാണിച്ചു നാണിച്ചു വാതിലടച്ചില്ലേ മാനത്തെ പൊന്മുകിലിങ്ങളെ നാണിച്ചു നാണിച്ചു വാതിലടച്ചില്ലേ മാനത്തെ പൊന്മുകിലിങ്ങളെ ആനേ തെരിഞ്ഞും മറിഞ്ഞും താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ മധുമാസ സുന്ദര ചന്ദ്രലേഖ. Thank you. ആഹാ മിടുക്കി. എനിക്ക് ഒരു കൊതിയുണ്ടേ. ഉം. അവസാനം പാടി നിർത്തിയിട്ട് പിന്നെ ആഡ്ലിബായിട്ട് പാടുന്നില്ലേ, ആ, മധുമാസ സുന്ദര ചന്ദ്രലേഖ. ഉം. ഒന്നുകൂടെ ഞാൻ ആ ചന്ദ്രനെ ഒന്ന് കണ്ടോട്ടെ. okay. പാടിക്കോ. മധുമാസ സുന്ദര ചന്ദ്രലേഖ. സമാധാനായി. ആഹാ. നേരത്തെ പാടിയപ്പോ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരുന്നേ. പക്ഷെ ഇപ്രാവശ്യം ഏകദേശം അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ആ ട്യൂണിന്റെ ഒരു പ്രത്യേകത. അതാണ് നമ്മൾ അറിയാതെ ആ മധുമാസ സുന്ദരനായിട്ടുള്ള ചന്ദ്രലേഖയെ നമ്മൾ കാണും എന്നുള്ളതാണ്. അത് ദാറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ കേട്ടോ. ഇതിൽ എനിക്ക് തോന്നിയായിരുന്നു ഞാൻ എഞ്ചിൻ ചൂടായിട്ട് വരാനായിട്ട് ഒരു സമയമെടുത്തു. കുറച്ച് സമയം എടുത്തു. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പല്ലവി കഴിഞ്ഞിട്ട് ചരണം തുടങ്ങി ചന്ദനക്കട്ടിലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആ കട്ടിലിൽ നല്ല സുഖമായിട്ട് ഇങ്ങനെ കിടന്നപ്പോഴായിരിക്കും ഒരു പക്ഷേ ഈ പാട്ടിലോട്ട് എത്തിയത് എന്നാ അതിന്റെ ഒരു സുഖം വന്ന മധുവിധു രാവ് തൊട്ട് ഗംഭീരമായിട്ട് ഒന്നും പറയാനില്ല. ഒന്നും പറയണ്ട. ചുണ്ടുകളിൽ പ്രേമ മകരന്ദ മഞ്ജരീന്തി. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് രണ്ടാമത്തെ ചരണം ആ പിന്നെ എക്സ്പ്രഷൻസിൽ ഇപ്പം മയക്കം വരാതെ മയക്കം വരുന്ന എന്നാണെങ്കിലോ നമ്മൾ രണ്ട് രീതിയിലല്ലേ പാടുക. മയക്കം വരാതെ മയക്കം വരാതെ എന്ന് പറഞ്ഞാൽ അത് ശരിയാവുന്നുണ്ടോ? ഇല്ല. മയക്കം വരാതെ മയക്കം വരാതെ അവിടെ കിടക്കുന്ന ആള് അല്ലേ ആ ചന്ദ്രലേഖ താനെ തിരിഞ്ഞും മറിഞ്ഞും തൻ താമര മെത്തയിൽ ഉരുണ്ടും കിടക്കുന്ന ആ ചന്ദ്രലേഖ മയക്കം വരാതെയാണ് അല്ലേ. അപ്പൊ അതൊന്ന് പഠിക്കേ. മയക്കം വരാതെ എങ്ങനെ എങ്ങനെ ആ മോഡുലേഷൻ കൊടുക്കാം. മയക്കം വരാതെ ആ വരാതെയിലാണ് നമ്മൾ ആ സോഫ്റ്റ്നെസ് കൊടുക്കേണ്ടത്. കമോൺ വൺസ് വൺ വൺ. മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. നൈസ്. അതാണ് വേണ്ടത്. ആ ചന്ദ്രലേഖ എന്നൊരു സ്ഥലത്ത് ചന്ദ്രലേഖ ചന്ദ്രലേഖ പിന്നെ ചന്ദ്രലേഖ എന്ന് പറയുന്നു. പിന്നെ ചന്ദനക്കട്ടിൽ അത് ശ്രുതി കൃത്യമായിട്ട് അമ്മായില് ചേർന്നില്ല എന്ന് തോന്നി. അത് ചേർക്കാമോ? ചന്ദനക്കട്ടിലിൽ വിരിച്ചിട്ട് അതെങ്ങനെ പാടിയ? ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട. ആ അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മകരന്ദ മഞ്ജരി ഏന്തി കൈടിച്ച് പാസ്സാക്കേണ്ട കാര്യങ്ങളാണ്. നാണിച്ചു നാണിച്ചു വാതിലടച്ചില്ലേ. ആഹാ അവിടെ സംഗീതത്തിന്റെ വാതിൽ തുറന്നു. നാണിച്ചു നാണിച്ചു വാതിലടച്ചില്ലേ മാനത്തെ പൊന്മുകിലിങ്ങളെ. നാണിച്ചു നാണിച്ചു വാതിലടച്ചില്ലേ
മാനത്തെ പൊന്മുകിലിന്നലെ. അത് കൈയടിക്കണം. വാതിലടച്ചിലെ രണ്ടും രണ്ട് രീതിയിലാണ് പാടുന്നത്. വാതിലടച്ചില്ലേ, ഫസ്റ്റ് ടൈം വാതിലടച്ചില്ലേ, അല്ലെ അങ്ങനെയല്ലേ? അത് എന്ത് ശ്രദ്ധിച്ച് പാടിയെന്ന് അറിയാം. ആ ക്രൊമാറ്റിക് നോട്ട്സും വരുന്നുണ്ട്, അതിന്റെ എക്സ്പ്രഷൻസും വരുന്നുണ്ട്. അൾട്ടിമേറ്റ് ആയിട്ട് അവിടെ പാടിയിട്ടുണ്ട് കേട്ടോ. യെസ്. അത് പറയാൻ പറ്റില്ല. മാനത്തെ പൊന്മുകിൽ ഇന്നലെ പറയുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ മൊത്തം പറയാനുണ്ട് ദിയക്കുട്ടി പാടിയ ആ ഭാഗങ്ങളൊക്കെ. അപ്പോ എൻജിൻ ചൂടായി വന്നാ പോരാ എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ആ എൻജിൻ ആദ്യമേ റെഡി ആയിരിക്കണം. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ദിസ് ഇസ് എ വെരി വെരി ഗുഡ് പെർഫോമൻസ്. യെസ്. എനിക്ക് ദിയക്കുട്ടി എപ്പോഴും വേദിയിൽ വരുന്ന സമയത്ത് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷന് തീർച്ചയായിട്ടും ജസ്റ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് മോള് ചെയ്തത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ പാടിയത്. ഫസ്റ്റ് പല്ലവിയാണ് കുറച്ചൊന്നൊരു വീക്കായിരുന്നത്. പക്ഷെ അനുപല്ലവി ആൻഡ് ചരണമൊക്കെ ശരിക്കും ടേക്ക് ഓഫ് ചെയ്തു. ഡീറ്റെയിൽസ് ഒക്കെ ഭയങ്കര സുഖമായിരുന്നു പാടാൻ, കേൾക്കാൻ വേണ്ടിയിട്ട്. കേൾക്കാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനൊക്കെ ഈ പാട്ട് കേട്ട് വളർന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അന്ന് പഠിക്കുന്ന സമയത്തൊക്കെയാണ് അത് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കും, ഇതില് ലിറിക്സ് ആണോ മുൻപിൽ നിൽക്കുന്നത്, ട്യൂണാണോ മുമ്പിൽ നിൽക്കുന്നത്, അതോ പാടിയതാണോ, ഏതാണ് നമുക്ക് പിടികിട്ടില്ല. അത്രയും കോമ്പിറ്റന്റ് ആയിട്ടാണ് ഓരോന്നും മുഴച്ചു നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അതൊരു ഭയങ്കര ഒരു കേൾക്കുന്ന ഒരു ചാലഞ്ച് ആയിരുന്നു ഈ പാട്ടൊക്കെ. ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ ഒരു 10 പ്രാവശ്യം കേൾക്കും, പിന്നെ ഒരു 20 പ്രാവശ്യം കേൾക്കും. ഈ ഒരു മൂന്നാള് തമ്മിലുള്ള കോമ്പറ്റീഷൻ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു നമുക്ക് ഒരു പ്രേമം ഉള്ള പാട്ടുകൾ അതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ മോളോട് പാടുന്ന സമയത്തുള്ള ഐ വാസ് റിയലി എൻജോയിങ് ഇറ്റ്. വെരി ഗുഡ് ഷോ, ദിയക്കുട്ടി എന്താ ചേച്ചി? മിടുക്കിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു ചേച്ചി. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. ആ അനുപല്ലവി തൊട്ടിട്ട് അങ്ങോട്ടേക്ക് നല്ല സൂപ്പറായിട്ട് പാടി. കട്ടിലിൽ പാതിര വിരിച്ചിട്ട ചെമ്പകവിരിപ്പിൽ. അത് ഒരു പ്രത്യേക ഫീൽ ഉണ്ട്. ദിയക്കുട്ടന്റെ ടാലന്റ്, ആ ഒരു എക്സലൻസി അവിടെ തെളിയിക്കുന്ന രീതിയിൽ മിടുകിയായിട്ട് പാടി. ചില ടെക്നിക്കുകൾ ദിയക്കുട്ടിയുടെ ആ ശബ്ദത്തിൽ വരുമ്പം ഇറ്റ്സ് എക്സ്ട്രാ ബ്യൂട്ടിഫുൾ. എന്തുകൊണ്ടും അത് ആ മൈക്ക് ഹാൻഡിൽ ചെയ്യുന്ന രീതിയും ആ ഹെഡ് ടിൽട്ടിങ്ങും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്രത്യേക മാജിക് പോർഷൻ വരും അവിടെ. ഇപ്പൊ കുറച്ച് പോസ്റ്റർ റെഡിയാക്കിയിട്ടുണ്ട്. യെസ്. അപ്പൊ അവിടെ ഒരു മാജിക് വരും അവിടെ. അങ്ങനെ മാജിക് വന്ന പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ പെർഫോമൻസിൽ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എപ്പോഴും ദിയക്കുട്ടി തന്നെയാണ് ഒരു ഏറ്റവും വലിയ കോമ്പറ്റീഷൻ. ദിയക്കുട്ടി എക്സൽ ചെയ്യുന്നത്, ദിയക്കുട്ടി എക്സൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ദിയക്കുട്ടീനെ തന്നെയാണ്. അടുത്ത ലെവലിലേക്ക് പോവാൻ വേണ്ടി ശ്രമിക്കുന്നത് ദിയക്കുട്ടിയുടെ കഴിഞ്ഞ പെർഫോമൻസുമായിട്ട് തട്ടിച്ച് നോക്കിയിട്ടാണ് നെക്സ്റ്റ് ലെവലിലോട്ടേക്ക് ആവാൻ നോക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് വേണ്ടതും കേട്ടോ. ദാറ്റ്സ് ഹൗ യു ഹാവ് ടു ഹാവ് ദാറ്റ് സോർട്ട് ഓഫ് എ കോമ്പറ്റീഷൻ വിത്ത് യുവർ സെൽഫ്. മനസ്സിലായോ? അപ്പൊ അതാണ് ദിയക്കുട്ടിയുടെ ഉള്ളിൽ നടക്കുന്നത്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി അമേസിങ്. 11 വയസ്സല്ലേ? 12 വയസ്സിൽ ഈ പാട്ട് പാടുകയെന്ന് പറഞ്ഞല്ലേ കുട്ടൻ? അങ്ങനെ പറയാം ഉണ്ണി സാറ്. കേൾക്കാൻ വേണ്ടിട്ട് ഒരുപാട് അപ്പൊ മിടുക്കിയിട്ട് പാടി കേട്ടോ. മാർക്ക് അറിയാം അല്ലേ? 95. Agreed? എഗ്രി ചെയ്യരുത്. ന്യായമല്ലാന്ന് തോന്നുകയാണെങ്കിൽ എഗ്രി ചെയ്യരുത് കേട്ടോ. ഫൈറ്റ് ഫോർ ഇറ്റ്. കം ഓൺ. No. നോ. 96. 97. ആ It is going to be 99 on 100 for you today. ദിയക്കുട്ടിയുടെ കൂടെ സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അച്ഛന്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ചേട്ടന്മാർ രണ്ടുപേരും ദിയക്കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും ആയിട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവരൊന്ന് സ്റ്റേജിലേക്ക് വിളിക്കാം. വെൽക്കം. ചേട്ടാ പേര്? ഷിനോജ്. ഷിനോജ്. ഹായ് ഷിനോജ്. ചേട്ടന്റെ പേര്? ദീപേഷ്. ദീപേഷ്. Okay. വീട് എവിടെയാ? വീട് കണ്ണൂർ. കണ്ണൂരെന്നാ? രണ്ടുപേരും കണ്ണൂര്. ഓ ശരി. കണ്ണൂരിൽ നിന്ന് ഇത്രയും ദൂരം വന്നിരിക്കുകയാണ് ദീകുട്ടിയെ സപ്പോർട്ട് ചെയ്യാനല്ലേ? വളരെയധികം സന്തോഷം. താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ നമുക്ക് ദീകുട്ടിക്ക് സമ്മാനം കൊടുക്കാം അല്ലേ? പറയോ ദിയക്കുട്ടിയുടെ പാട്ടിനെ കുറിച്ച് എന്ത് പറയണം? അടിപൊളി പാട്ടാണ്. നമ്മുടെ നാട്ടുകാർ മൊത്തം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീനുകുട്ടിയെ പറ്റി എന്താ പറയാനില്ലേ?
മീനുക്കുട്ടിനെ നല്ല പറ്റി ഒച്ചാണ് അല്ലേ ഏട്ടാ? അല്ല അതിനെക്കാട്ടും കൂടുതൽ എനിക്ക് പറയാനുണ്ട്. ആ സാധാരണ നമ്മുടെ കണ്ണൂർക്കാരെ എല്ലാരെ വീട്ടിലും അതുപോലെ തന്നെ എല്ലാരെ വാഹനത്തിലെല്ലാം ഈ വീട്ടിന്റെ ഐശ്വര്യം മുത്തപ്പനാണെന്ന് വെക്കും. എന്റെ ഐശ്വര്യം മീനാക്ഷിയാണ്. അയ്യോ, അതെന്താ ചേട്ടാ അങ്ങനെ പറയാൻ കാരണം? മീനാക്ഷി മറന്നാലും ഞാൻ മറക്കൂല. ആ, ഒരു 11 വർഷം മുന്നേ ഞാൻ ഒരു വണ്ടി എടുത്തു. ആ വണ്ടിയിൽ ഒരാഴ്ച എനിക്ക് ട്രിപ്പൊന്നും കിട്ടാതെ ഞാൻ വീട്ടിൽ കയറ്റിയിടലായിരുന്നു. നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞു, ഏതോ ഷോറൂമിന്റെ നിൽക്കുന്ന വണ്ടി എടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം, ട്രിപ്പ് ഉണ്ടോന്ന് ചോദിച്ചു. അത് പറഞ്ഞു. ഒരു 2-2.5 മണിക്കൂർ കഴിയുമ്പോഴാണ് ഒരു രസിൻ എന്ന് പറഞ്ഞ ചെങ്ങായി ഒരു ഫോട്ടോ വരച്ചിട്ട് മട്ടന്നൂർ വന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് മീനാക്ഷി എത്തിയത്. അപ്പോ അതിന്റെ ഡ്രൈവറായിട്ട് എന്നോട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു വരാ, ഫസ്റ്റ് ട്രിപ്പാണ്, എന്തായാലും ഇതുപോലെ ഒരാളെ കയറ്റുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് പറഞ്ഞു. പിറ്റേ ദിവസം 10:30 മണിക്കാണ് ഞാൻ വന്ന് മട്ടന്നൂരിൽ നിന്ന്. മീനാക്ഷിന്റെ അച്ഛനും ഒരു കസിനും ഉണ്ടായിരുന്നു. ഓക്കേ. അന്ന് കഴിഞ്ഞ ഒരു 24 മണിക്കൂർ കൊണ്ട് ആ പറഞ്ഞാൾ മാറ്റി പറഞ്ഞു, ഏതായാലും വണ്ടിയെടുത്ത് അടിപൊളിയായി, നല്ല ട്രിപ്പ് കിട്ടിയല്ലോ. പിന്നെ ഓട്ടക്കാരനും വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടം ഉണ്ടായോ? അത് കഴിഞ്ഞിട്ട് ഒരുപാട് സെലിബ്രിറ്റി എന്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. 3-4 ആൾക്കാർ സ്ഥിരമായിട്ട് തന്നെ ഇപ്പോഴും വിളിക്കാറുണ്ട്. മീനൂട്ടി കയറി എന്റെ ഐശ്വര്യം മീനൂട്ടി. മീനൂട്ടിയാണ് അവിടുത്തെ വീടിന്റെ ഐശ്വര്യല്ലേ? ആ അതെ, എന്റെ വണ്ടിയുടെ ഐശ്വര്യം, എന്റെ വീടിന്റെ ഐശ്വര്യവും വണ്ടിയുടെ ഐശ്വര്യം മീനാക്ഷി. ഐശ്വര്യങ്ങളും മീനൂട്ടിയാണ്. ആ, രണ്ടും ഐശ്വര്യം. എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഓട്ടോയിൽ നമുക്ക് തുടങ്ങിയാണ്. കാര്യം ചേട്ടൻ ദിയക്കുട്ടിക്ക് സർപ്രൈസ് ആയിട്ടാണ് വന്നതെങ്കിലും ഞെട്ടിയത് മൊത്തം ഞാൻ മീനാക്ഷിയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും മറക്കൂല കേട്ടോ. എനിക്ക് അറിയേ ഉണ്ടായിരുന്നില്ലാത്ത കാര്യമാണ് ചേട്ടൻ ഇപ്പൊ പറഞ്ഞത് മൊത്തം. എന്ന് വെച്ചാ നമ്മൾ ഇതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യമൊന്നും അറിയില്ല. 11 വർഷം മുന്നേ അല്ലേ? 11 വർഷം മുന്നേ. അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കുന്ന വലിയൊരു കാര്യമാണ്. ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല കേട്ടോ. ഒരുപാട് സന്തോഷം. മീനുകുട്ടിയുടെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മീനുകുട്ടി അങ്ങനെയാണ്. മീനുകുട്ടി എവിടെ വരുന്നോ അവിടെ ഒരു പ്രസൻസ് ഉണ്ടാവും. അവിടെ ഒരു അതിൻ്റെ ഒരു സുഗന്ധം അവിടെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നന്മയുടെ സുഗന്ധമാണ് മീനുകുട്ടിക്ക്. അത് സ്നേഹത്തിൻ്റെയാണ്. അത് അറിഞ്ഞും അറിയാതെയും ഒരുപാട് പേർക്ക് ഇന്നും ഭാവിയിലും ഒക്കെ അത് വളരെയധികം വലിയ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും എന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയമില്ല കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടാ. സ്പെഷ്യൽ താങ്ക് യു കേട്ടോ. ഇനി വരുമ്പോ കാണാം. കാണാം, ഓക്കെ, കാണാം. കാണാം. ടോപ്പ് സിംഗറിന്റെ Thank you. അഭിമാനം അല്ലേ? ടോപ്പ് സിംഗറിന്റെ അഭിമാനം, ഐശ്വര്യം, നമ്മുടെ ഐശ്വര്യം, അഹങ്കാരവും. ഓക്കെ. മീനുട്ടി ആദ്യം ഇരുന്ന വണ്ടി ഇപ്പോഴും ഉണ്ടോ? ഉണ്ട് സാർ, ഞാൻ കൊടുത്തിട്ടില്ല. കൊടുത്തില്ല. ഇല്ല, ഞാൻ കൊടുക്കില്ല. മീനുട്ടിയുടെ വല്ല ഫോട്ടോ എടുത്തിട്ടുണ്ടോ? ഫോട്ടോ എടുത്തിട്ടുണ്ട് സാർ. 11 കൊല്ലായി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഒരാഴ്ച അതിന്റെ വേക്കില് നടന്നു. അത് ഓണായി കിട്ടിയില്ല. ഓ, അയ്യോ. ഫോൺ ഇപ്പോഴും ഇന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കണം കേട്ടോ. ഇപ്പൊ നമുക്ക് എടുക്കണം. ഇപ്പൊ ചേട്ടന് ഈ ഫോൺ ഉണ്ടോ? അന്ന് നമുക്ക് ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കാം. ഒരു ഫോട്ടോ എടുക്കോ? യെസ്. ഇതൊരു ഉഗ്രം മൊമെന്റ് ആണ് കേട്ടോ നമ്മുടെ Yes. ടോപ്പ് സിംഗർ സീസൺ 6-ല്. Beautiful. ടോപ്പ് സിംഗർ തന്നെ ഇതൊരു ഉഗ്രം മൊമെന്റ് ആണ് കേട്ടോ. അല്ല, മീനുകുട്ടി തന്നെ ഞെട്ടിപ്പോയി. ഞാൻ വല്ലാണ്ട് ഞെട്ടിപ്പോയി. അല്ല, കുറെ നേരം ഒരു പിടിയും കിട്ടിയിട്ടില്ല അല്ലേ? എന്താ പറയാൻ പോണത്? മീനുകുട്ടി ആരാ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ വളരെ സന്തോഷം. സന്തോഷം. താങ്ക് യു. Bye. താങ്ക് യു, താങ്ക് യു ചേട്ടാ. താങ്ക് യു സാർ. താങ്ക് യു.